Hey, welcome to Helmet Tales. എൻ്റെ പേര് അമർ. എൻ്റെ പേര് നിതിൻ. വെൽക്കം ടു ജർമ്മൻ GP സാക്സൺ റിംഗ് സെക്ഷൻ ക്രാഷ് GP. ക്രാഷ് GP. മഴയുടെ GP എപ്പിസോഡ് 12. ആക്ച്വലി ഞാനത് മറന്നുപോയി എത്രാമത്തെ എപ്പിസോഡാണ്. ഞാൻ ആലോചിച്ചു, പിന്നെ എന്നെ അറിവിടാത്തോടെ ഞാൻ പിന്നെ പറയണത് ഞാൻ നോക്കി ചേച്ചി പുറകിലിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അമ്പയർ ഔട്ട് വെൽ ഡൺ എന്നൊക്കെ പറയുന്നു. അപ്പം എപ്പിസോഡ് 12 സാക്സൺ റിംഗ് വെജ് GP അല്ല എന്ത് പറഞ്ഞ വെജ് GP അല്ല, പിന്നെ ജർമ്മൻ GP. അതല്ലെന്ന് വെജ് GP എന്നല്ല, വെറ്റ് വെറ്റ്. ഓ അങ്ങനെ ക്രാഷ് GP ആണ്. Crash GP. പേര് മാറ്റി ക്രാഷ് GP. 18 പേരായിട്ട് തുടങ്ങിയ റേസാണ്. തീർന്നവ 10 പേരായി. നമുക്ക് സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങാം. എനിക്കൊരു അപ്പോളജി ഉണ്ട്. ഞാൻ Q2 കണ്ടിട്ടില്ല. അത് കുഴപ്പമില്ല. അതുകൊണ്ട് നീ തന്നെ ക്വാളിഫയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതിനോട് വലിയ പ്രസക്തി ഒന്നുമില്ല. അതെന്താ? എല്ലാം ഓൾമോസ്റ്റ് സെയിം ഒക്കെ ആയിരുന്നു. പിന്നെ Q2-നകത്ത് പറയാനുള്ള Q1-നകത്ത് ഇല്ല, എനിക്ക് ആക്ച്വലി ജാക്ക് മില്ലറിന്റെ ഈ ആഴ്ചത്തെ പേസ് അടിപൊളിയായിരുന്നു. അതാ ഞാൻ പറയാൻ വന്നത് Q1-നെ പറ്റി. എന്താണെന്നറിയോ, Q1-നകത്ത് ജാക്ക് മില്ലർ ഉണ്ടായിരുന്നു. അല്ല ജാക്ക് മില്ലർ സ്ട്രേറ്റ് ടു Q2 ആയിരുന്നു. സോറി, ജാക്ക് മില്ലർ അല്ല. Q1-നകത്ത് സാക്കോയും ഉണ്ടായിരുന്നു, നമ്മളെ മാവറിക് വിനിയാലസ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരുന്ന Q1-ന്ന് ക്വാളിഫൈ ആയി Q2-ലോട്ട് വന്നത്. അവരുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെറ്റായിട്ടല്ലോ ഓടിച്ചത്. അപ്പോൾ അവർക്ക് ഒരു 15 മിനിറ്റ്സ് വെറ്റിനകത്തുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയായിരുന്നു. അപ്പോൾ ടയറിനെ ഇതിനെ വെച്ചിട്ട് സാർക്ക് മറ്റേ ലെമാൻസിലെ റേസ് പോലെ ജയിക്കുമെന്നായിരുന്നു രീതിയിലൊക്കെ അത് പൊക്കോടുന്നത്, മഴ ആയോണ്ടേ. കാരണം സാർക്കോയ്ക്ക് അടിപൊളി ബൈക്ക് കൺട്രോളാണ്. പക്ഷേ ഇതായിരുന്നു Q1-ന്റെ കേസ്. Q1-നകത്തുനിന്ന് ഇവർ രണ്ടും കയറി. എന്നിട്ട് Q2-നകത്തോട്ട് വന്നപ്പോൾ ഫസ്റ്റ് ലാപ്പിൽ മാവറിക് വിനിയാലസ് ഒരു ഹൈ സൈഡ് വീണ് പുള്ളി പോയി, വീട്ടിൽ പോയി. ഇത് ഓരോ ടോട്ടൽ നമ്പർ ഓഫ് റൈഡേഴ്സിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കണക്കായി പറഞ്ഞ ഡൗൺ 1 മാവറിക് പോയി, ആളൊന്ന് പോയി. അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലായിരുന്നു. സോങ്കിത് ചന്ദ്രയും സോങ്കിത് ചന്ദ്രയ്ക്ക് സത്യത്തിൽ പുള്ളി മറ്റേ പുള്ളിക്ക് അപ്പൻഡിസൈറ്റിസ് ആയിരുന്നു. അതുകൊണ്ട് KTM ഒരു റൈഡർ ഇല്ല. രണ്ടാമത്തെ റൈഡറിന്റെ കൈ ഒടിച്ച് ബീസ്റ്റിന്ന് പൊളിക്കും. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അപ്പൻഡിസൈറ്റിസ്. അതുകൊണ്ട് ബീസ്റ്റ് ഇല്ലായിരുന്നു. വിദ്യാഭ്യാസവും അപ്പൻഡിസൈറ്റിസിന്റെ സ്പെല്ലിങ് പറ. ഫ്ലോക്സിനോക്സിനിഹിലിഫിക്കേഷൻ പറ. അതും അപ്പൻഡിസൈറ്റിസ് ആയിട്ട് എന്ത് ബന്ധം? ഒരാഴ്ച കാണാനൊന്ന് പഠിച്ചു വെച്ചിരിക്കും ഇതേപോലത്തെ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാൻ. അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് ഒന്നും പറയാം. പിന്നെ അതിന്റെ ആദ്യം പറഞ്ഞു വരുമ്പോൾ പകുതി എത്തുമ്പോഴത്തേക്ക് ആദ്യം മറന്നു. പിന്നെ ഇതിന് സ്പെല്ലിംഗ് വിഷയത്തിൽ നിന്ന് വീണ്ടും പോകുന്നു. അപ്പം ബീസ്റ്റിന് അപ്പൻഡിസൈറ്റിസ് ആയതുകൊണ്ട് ബീസ്റ്റ് ഒന്നുമില്ല. അതിനുശേഷം മാവറിക് കൂടെ പോയതിനു ശേഷം ടെക് 3 ആരും ഇല്ലായിരുന്നു. ടെക് 3 രണ്ട് വണ്ടിയും വെച്ച് പെഡ്രോ പക്ഷേ അത്യാവശ്യം നല്ല പേസ് ഉണ്ടായിരുന്നു. പെഡ്രോയും ബ്രാഡ് ബിൻഡറും മാത്രമായിരുന്നു KTM-നെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സാക്കോ Q2 വന്നപ്പോഴത്തേക്ക് സാക്കോ നന്നായിട്ട് പെർഫോം ചെയ്തു. ആക്ച്വലി സാക്കോന്റെ പേസില് സാക്കോ സെക്കൻഡ് ആയിരുന്നു. അതും ജസ്റ്റ് ആയിരുന്നു പോൾ പൊസിഷൻ നിന്ന് പോയത് മാർക്കുമായിട്ട്. യൂഷ്വൽ മാർക്കസ് പിന്നെ അയാള് വെറ്റാണോ ഡ്രൈ ആണോ മറ്റേ ഗ്രിപ്പ് ഉണ്ടോ ഗ്രിപ്പില്ലയോ അതൊക്കെ കാരണം പുള്ളി പോയി. പുള്ളി പോയെന്ന് പുള്ളിയുടെ വഴിക്ക് പോയി. അങ്ങനെ ബെസക്കി നല്ല പേസായിരുന്നു. അങ്ങനെ ആക്ച്വലി ബെസക്കി ആ ലെമാൻസ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ദേഹത്ത് എന്തോ ബാധ കയറിയവരെ. ഞാൻ ഈ സീസൺ തുടങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചു എപ്പോഴും ബൈക്കിലെന്തോ കുഴപ്പമില്ല. ബെസക്കി ഇപ്പൊ ഓടിച്ചിട്ട് വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ മൊത്തത്തില് ഓർഹെ മാർട്ടിനാണ് മൊത്തത്തില് പ്രശ്നം എന്ന് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഹോർഹെ പോന്നെന്ന് അറിഞ്ഞതിന് ശേഷം ബെസക്കി സെറ്റായി. ഞാനാണ് 1ാം നമ്പർ. പുള്ളി ഇതാണ് പുള്ളിയുടെ ഇത്. ഇത്തിരി നാളെല്ലാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിനാണ് ഏപ്രിലേരൊക്കെ ഇടില്ല. അപ്പൊ മാർട്ടിൻ എന്തായാലും പോകുന്നു. അപ്പൊ ഇനി ബെസക്കീരെ താഴെ ഉള്ള ഒരു റൈഡറിന് മാത്രമേ റീപ്ലേസ്മെന്റ് കിട്ടുള്ളൂ, അല്ല വേറെ ആരെയും കിട്ടത്തില്ല. കാരണം ഏപ്രിലിയ ടീമിന് അത്രയും കാശൊന്നുമില്ല. ഒന്നാമത്തെ കേസ്. പിന്നെ ബാക്കിയുള്ള റൈഡേഴ്സൊക്കെ അവരുടെ ടീമിൽ സെറ്റാണ്. ആകെ ഉള്ള ബാസ്റ്റിനിയാണ്. പക്ഷെ അയാളെ വിടുന്നു തോന്നുന്നില്ല, പെഡ്രോവിനെ വിടത്തില്ല. അപ്പൊ പുള്ളി ആണെങ്കിൽ പിന്നെ ഞാൻ തന്നെ
നമ്പർ 1 ആവാം എന്നുള്ള രീതിയിൽ പക്ഷെ പുള്ളി അങ്ങ് പുള്ളി നല്ല നല്ല രീതിയിൽ ഓടി കിടിലായിട്ട് ഓടിക്കുന്നുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അപ്രിലെ ഫ്രണ്ട് വരുന്നതൊക്കെ. ഇപ്പം ഇതിനകത്തിലെ ബെസ്റ്റ് സെക്കൻഡ് ബൈക്ക് അപ്രിലിയാന്ന് പറയുന്നത്. അപ്പം അതായിരുന്നു Q2. പിന്നെ ഇപ്പം അതുപോലെ എമഹര ക്വാർട്ടറോറിന്റെ ഫേസ് ഭയങ്കര ശോകമായിരുന്നു. പക്ഷേ പുള്ളി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്. അവർ യൂസ് ചെയ്യുന്ന സെറ്റപ്പ് ശരിയല്ല. പുള്ളി ഭയങ്കര ദേഷ്യത്തിലാണ് Q1 ഫ്രീ പ്രാക്ടീസിന് സമയത്ത് എന്തോ പുള്ളി കുറച്ച് കലിപ്പൊക്കെ ആയിരുന്നു. ഫ്രീ പ്രാക്ടീസ് അല്ല Q1 അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പെക്കോയും ഭയങ്കര ശോകമായിരുന്നു. പെക്കോ മൊത്തത്തില് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പറ്റുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ഈവൻ ഇന്ന് മെയിൻ റേസിൽ തേർഡ് വന്നെങ്കിൽ പോലും പുള്ളി അത്ര ഹാപ്പി അല്ല. കാരണം അത് ഒരുമാതിരി ഫ്രണ്ടിലുള്ള ഒരു വീണോണ്ട് കിട്ടിയ മെയിൻ റേസിനെ പറ്റി ഇപ്പോഴേ പറയില്ലേ. അതിനുശേഷം ക്വാളിഫയേഴ്സിനകത്ത് പോൾ പൊസിഷൻ മാർക്ക്, ജസ്റ്റ് സെക്കൻഡ് അടുത്ത് തന്നെ സാർക്കോ ഉണ്ടായിരുന്നു. പിന്നെ ബെസക്കി പിന്നെ അലക്സ് മാർക്കസ് ആയിരുന്നു. പിന്നെ പെഡ്രോ ആക്ച്വലി നല്ലായിരുന്നു. പെഡ്രോയെ പറ്റി പറയാം. അപ്പൊ ക്വാർട്ടറോറിന് മുന്നിൽ ആരായിരുന്നു? ക്വാർട്ടറോർ എവിടെ ആയിരുന്നു അതിന്? 7th. ജിനന്റോണിയോ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ ജിനന്റോണിയോ കഴിഞ്ഞിട്ടായിരുന്നു പെഡ്രോ എന്ന് തോന്നുന്നു. അതെ 6th ആണ് പെഡ്രോ. ജിനന്റോണിയോ ലാപ്പ് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് ഫ്രീ പ്രാക്ടീസ്. ക്വാളിഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ക്വാളിഫയേഴ്സിൽ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? മഴയായിരുന്നു. ക്വാളിഫയേഴ്സ് മെയിൻ റേസ് തമ്മിൽ സ്പ്രിന്റ് റേസിൽ ടൈമിങ് 1:28.9 ആണ് മാർക്കസ് ചെയ്തത്. ഡ്രൈ റേസിൽ 1:20.9 അങ്ങനെ എങ്ങാണ്ടോ 20 അപ്പൊ ആ ഒരു വെറ്റും ഇതിലെ പേസ് വ്യത്യാസം. എന്നിട്ട് റേസ് സ്പ്രിന്റിൽ പറയുന്ന അതുപോലെ മാർക്കസ് ജയിച്ചു. അതെ, സ്പ്രിന്റിന് പറയുന്നതിന് മുമ്പേ മാർക്കസ് ക്വാളിഫൈങ്ങിനകത്ത് മരണം പുഷായിരുന്നു. പുഷ് ചെയ്ത് ഒരു പോയിന്റ് എത്തിയപ്പോൾ പുള്ളിയുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് സ്കിപ്പായി. കാലൊക്കെ ഇങ്ങനെ പോയി. പുള്ളി തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, മതി. പുള്ളിയുടെ സ്റ്റാർട്ട് പാളിപ്പോയി. അത് പറയാം. അത് സ്പ്രിന്റിൽ ക്വാളിഫൈങ് ഇതായിരുന്നു. ലൈക്ക് വീണ്ടും വെറ്റായിരുന്നു. സ്പ്രിന്റ് റേസും സ്പ്രിന്റും മഴയോടെ മഴ. അപ്പോൾ സ്പ്രിന്റിനകത്ത് മാർക്കസ് ഓവർഷൂട്ട് ചെയ്ത് ഫസ്റ്റ് കോർണറിൽ നിന്ന് വെളിയിൽ പോയി. പുള്ളിയുടെ അടുത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബ്രേക്ക് പിടിക്കാൻ താമസിച്ചു പോയി. പുള്ളി പറഞ്ഞൊരു കാര്യം ശരിയാ. ലൈക്ക് പുള്ളി ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോർണർ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ബ്രേക്ക് ലേറ്റ് ആയിട്ട് പിടിച്ചാൽ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടും. അപ്പം പോവാം. അല്ലെങ്കിൽ അകത്തൂടി ഇൻസൈഡിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ കുറച്ച് ടൈറ്റ് ആവാൻ ചാൻസ്. അത് അപ്പാരന്റ്ലി ഓഫ് ക്യാമ്പർ റൈറ്റ് ആണ് അല്ലേ. പിന്നെ അത് പറയാം. അത് പിന്നെ സെക്കൻഡ് സാർക്കോന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും സോഫ്റ്റ് ആണ് ഇട്ടുന്നത്. സാർക്കോ ഫ്രണ്ട് സോഫ്റ്റ് ബാക്ക് മീഡിയം. അപ്പം ആദ്യം വർക്ക് ചെയ്തായിരുന്നു. പക്ഷെ ആദ്യം റേസ് തുടങ്ങിയപ്പോഴത്തേക്ക് ഹീറ്റില്ല, അപ്പം ഗ്രിപ്പ് അധികം ഇല്ല. അപ്പൊ ഫുൾ ബാക്കിൽ പോയി. 10th എങ്ങാണ്ടാണ് ഫിനിഷ് ചെയ്തത്. പിന്നെ ഫാബിയോ തേർഡ് വന്നു. സ്പ്രിന്റിനകത്ത് ഫാബിയോ തേർഡ് ഫിനിഷ് ചെയ്തു. ഫാബിയോക്ക് ഒരു വിശ്വസിക്കാൻ പറ്റില്ല. ഫാബി ഭയങ്കര ഹാപ്പി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ കോൾഡർ ക്ലൈമറ്റ് ആയതുകൊണ്ട് മഴയും കാര്യങ്ങളായതുകൊണ്ട് ഇച്ചിരി കൂടെ ഗ്രിപ്പ് ചെയ്തു. എന്നിട്ട് റേസ് കഴിഞ്ഞിട്ട് മാർക്കസ് വന്നിട്ട് ഫാബിയോനെ നോക്കിയപ്പോഴത്തേക്കും ഫാബിയോരെ നീ സ്ലൈഡർ ഉണ്ടല്ലോ, മറ്റേ റെയിൻ നീ സ്ലൈഡറാ. അപ്പൊ പുള്ളി മാർക്കസ് ഇത് എന്തും വലുതാണ് അതിന്റെ അപ്പൊ പുള്ളി എനിക്കത് ലീൻ ചെയ്യാൻ പറ്റില്ല, ലീൻ ചെയ്ത് എല്ലാവരും ഓവർടേക്ക് ചെയ്ത് പോലെ, അതുകൊണ്ട് ഞാൻ വലുതിട്ട് പോവാതെ. അതുപോലെ തന്നെ ജാക്ക് മില്ലർ 5th വന്നു. സത്യത്തിലുള്ള എന്റെ ഏറ്റവും വലിയ ഹാപ്പി, എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാൻ ജാക്ക് മില്ലർ ഒലിവേറ വീണ്ടും താഴെ പോയി. ഞാൻ സത്യത ഉണ്ടല്ലോ, ഈ ജാക്ക് മില്ലർ ഒലിവേറ ഒരു ഇത് നടപ്പുണ്ട്. ലൈക്ക് പെർഫോമൻസ് നന്നായിട്ട് ചെയ്യുന്നത് അവരായിരിക്കും 26-ൽ. എനിക്ക് ജാക്ക് മില്ലർ എനിക്ക് അതേ സെയിം ആഗ്രഹം. അപ്പൊ ഒലിവേറ പോകുമ്പോൾ സത്യത്തിൽ ഞാൻ നോക്കും, ഇവർ രണ്ടുപേരും നോക്കും, ഒലിവേറ ഇവിടെ ജാക്ക് ഇവിടെ. അപ്പൊ ഒലിവേറ മിക്കവാറും ക്രാഷ് ആയി. കാണാനില്ല. അലക്സ് റിൻസ് അതാരാ? ഇങ്ങനെ പറയണ പാവടാ, അവനൊക്കെ അവിടെ മറ്റേ അവന്റെ ബുദ്ധിയൊക്കെ. അലക്സ് റിൻസ് ഭയങ്കര പേസ് കുറവാന്നേ. സുസുക്കിയിലായിരുന്ന സമയത്ത് എന്തായിരുന്നു പുള്ളി കിടിലായിരുന്നു. സുസുക്കി പോയതോടെ റിൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, മിറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ സ്പ്രിന്റില് ഏറ്റവും ദുരന്തം പറ്റിയത് നമ്മുടെ മോർബിഡിൽ സെക്കൻഡ് പൊക്കോണ്ടിരുന്നിട്ട്
മൊബൈലിലൂടെ നല്ല യമണ്ടൻ ക്രാഷ്. മൊബൈലിൽ നെഞ്ചത്തൊക്കെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിയുടെ സൂട്ട് എങ്ങനെ തുറന്നു പോയേ? ആ G-force അത്ര G-forceൽ, കാരണം ഹൈ സ്പീഡ് കോർണർ 100+ലാണ് വരുന്നത്. എന്നിട്ട് നീ മറ്റേ ഇങ്ങനെ പുള്ളി പണ്ടൊരു ക്രാഷ് ആയപ്പോ പുള്ളിയുടെ കിളി പോയതാ. ഈ ക്രാഷിലൂടെ തിരിച്ചു വരുമെന്ന് എന്റെ ഒരു പ്രതീക്ഷ. ഇല്ലെങ്കിൽ ഒട്ടായിരുന്നു ഇതും കൂടെ വൈകി എല്ലാവരും ചവിട്ടിയിടും. അല്ല പുള്ളിക്ക് എന്തോ ഇഞ്ചുറി പറ്റി. കോളബോൺ എന്തോ കോളബോൺ ഇഷ്യൂ. മാവറിക്കിനും എന്തോ ഇഞ്ചുറി ആയി. സിബ് ഊരി വന്നു. അപ്പം അതൊക്കെ എന്തൊരു ഡേഞ്ചർ അല്ലേ. അതാണ് സംഭവിച്ചത്. അപ്പൊ അങ്ങനെ പക്ഷെ 5th പോയ മാർക്കസ് ഓടിച്ച് അപ്പൊ മാർക്കസ് 5th പോയിട്ട് ഓരോരുത്തരായിട്ട് ഓവർടേക്ക് ചെയ്തു. എന്നിട്ട് അല്ല ഫാബിയോനെ ഓവർടേക്ക് ചെയ്തു. സെക്കൻഡ് പൊക്കോണ്ടിരുന്ന ഫാബിയോനെ അങ്ങനെയാണ് ഫാബിയോ തേർഡ് വന്നത്. ഫാബിയോനെ ഓവർടേക്ക് ചെയ്ത് പുള്ളി ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത്. എന്നിട്ട് വണ്ടി കയ്യിന് പോയി. അപ്പം റേസ് കഴിഞ്ഞിട്ട് എന്തിനാ അപ്പൊ പുള്ളിനോട് എന്തിനാ ചെയ്തത്? അപ്പം റേസ് തുടങ്ങുന്നതിന് മുന്നേ മാർക്കസിനോട് ഡേവിഡ് തർഡോസി പറഞ്ഞു ചാമ്പ്യൻഷിപ്പാണ് വലുത്, റേസ് ഒന്നും സീനില്ല. കാരണം പെക്കോ 12, അലക്സ് മാർക്കസ് കൈ ഇതായിട്ട് 7 or 8 എങ്ങാണ്ടാണ് കിടക്കുന്നത്. അപ്പം എന്നിട്ട് പുള്ളി പറഞ്ഞു അങ്ങനെ, പക്ഷെ ചില സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ വീണ്ടും പുറത്തു വരും, അപ്പൊ എനിക്ക് ഫ്രണ്ടിൽ കയറണം. പിന്നെ ഇന്ന് ജിജിയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഞാൻ ഫ്രണ്ടിൽ വന്നില്ലെങ്കിൽ മോശമല്ലേ? ജിജിക്ക് വിഷമാവില്ലേ? ജിജി മറ്റേ അവരുടെ ചീഫ് എഞ്ചിനീയർ പോലത്തെ പുള്ളിയാണ് ഈ വണ്ടി ഫുൾ ഇങ്ങനെ സെറ്റാക്കിയ ജിജിയും ഡിജി എന്തൊക്കെയാ അല്ലേ. ഡേവിഡ് ടർഡോസി അയാളുടെ ടീം പ്രിൻസിപ്പൾ, ജിജി ടെക്നിക്കൽ ചീഫ് പോലെയാണ്. പേരിന്റെ സിമിലറിറ്റി. അപ്പം അങ്ങനെ ജിജിക്ക് വിഷമാവില്ല ഞാൻ ഫസ്റ്റ് വന്നില്ലെങ്കിൽ. അപ്പം ജിജിക്ക് വിഷമം, എനിക്ക് വിഷമാവും. അതുകൊണ്ട് ഞാൻ അവനെ ഓവർടേക്ക് ജിജിയുടെയും ജിജിയുടെയും വിഷമമൊന്നുമല്ല സംഭവം. പുള്ളി മറ്റേ തുടങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കും. നമ്മളില്ല മനസ്സിൽ പറയുന്ന ഒരു കാര്യം പുള്ളി തന്നെ മറന്നു ഇതൊക്കെ മറക്കും. അവസാനത്തെ ലാപ്പ് വരെ ബെസക്ക് ലീഡ് ചെയ്തു. അവസാനത്തെ ലാപ്പില് ഇനി നീ ലീഡ് ചെയ്തോ, ഇനി ഞാൻ പോയി ഫസ്റ്റ് എടുത്തോളാം. എന്നിട്ട് അവസാനം അനിയ ആന കൊടുത്താലും ആശ കൊടുക്കാറുണ്ട്. അലക്സ് മാർക്കസ് മടിയായി ഇപ്പൊ, മടുത്ത് പുള്ളി വെറുത്തിട്ടു. എന്നിട്ട് പക്ഷെ പുള്ളി ആക്ച്വലി റേസ് ആ കൈ ഒടിഞ്ഞിട്ട് ഒരു വിരല് എന്തോ ഒടിഞ്ഞിട്ടിരിക്കുക. പിന്നെയാണ് സംഭവം ബഹുലമായിട്ടുള്ള അതല്ലേ സ്പ്രിന്റിന് ഇടയ്ക്ക് വെച്ചിട്ട് പെഡ്രോ കോസ്റ്റ ഇങ്ങനെ വരുന്നുണ്ട്. പെഡ്രോ കോസ്റ്റ എന്റെ മനസ്സിൽ തന്നെ പേടി. അലക്സ് മാർക്കസ് മനസ്സിൽ ആലോചിക്കും കള്ളപ്പ. ഞാൻ മെയിൻ റേസിനെ കുറിച്ച് പറഞ്ഞോട്ടെ. പറയല്ലേ? മെയിൻ റേസ് ആയിരുന്നു സംഭവബഹുലമായിട്ടുള്ള റേസ്. കാരണം 18 പേരായിട്ട് മഴ മാറി ഡ്രൈ ആയി. അപ്പൊ ഡേറ്റ് ഒന്നും ഒരു കാര്യമില്ല. 18 റേസേഴ്സ് ആയിട്ട് തുടങ്ങിയതാ. വീണ് 10 റേസേഴ്സ്. അവസാനം മറ്റേ ഈ പരീക്ഷ 3 മണിക്കൂർ എഴുതി എല്ലാവർക്കും ജയിക്കും. അതുപോലെ തരാ. കാരണം 10 റൈഡ് എനിക്ക് തോന്നുന്നു മോട്ടോ ജിപിയില് ഇത്രയും കുറച്ച് ആൾക്കാർ റേസ് ഫിനിഷ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് പോയിന്റ് കിട്ടി. അതെ അവസാനത്തെ പോയിന്റ് കിട്ടി. അതല്ല, ലൊറൻസോ സാൽവദോറി ഏപ്രിലിലെ ടെസ്റ്റ് റൈഡർ 2 തവണ പുള്ളി ആദ്യമേ പോയി ലാസ്റ്റ് പോയിരിക്കുവായിരുന്നു. ലാസ്റ്റാണ് പോക്കട്ടത്, അവിടെ വീടും. പിന്നെ വേറൊരു സംഭവം, ഈ സാർക്കോ വീണു, ഡിജി വീണു, ബെസക്ക് വീണു. ഈ കോർണർ എല്ലാം ഫസ്റ്റ് കോർണർ റൈറ്റ് ഹാൻഡ് കോർണർ ആണെന്ന് തോന്നുന്നു. ടയർ മറ്റേ കോൾഡ് ആയിരിക്കും അല്ലേ? എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് കൂടുതൽ ടയർ ഹീറ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് കോർണർ വന്നിട്ട് ഓഫ് ക്യാമറ റൈറ്റ് ആണ്, ടയറിൽ ഹീറ്റ് കാണില്ല. പിന്നെ ഫിലിപ്പ് ഐലൻഡ് കഴിഞ്ഞ ഓസ്ട്രേലിയയിലെ ഫിലിപ്പ് ഐലൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മിഷലിന്റെ ഈ ടയർ ഏറ്റവും കൂടുതലും പണിയെടുക്കുന്ന ട്രാക്ക് ഇതാണ്. കാരണം 30 ലാപ്പുണ്ട്. അപ്പം ഈ റേസിൽ ആരാണ് ആദ്യം സ്പീഡിൽ പോകുന്നതിലൊന്നും കാര്യമില്ല. ഇതിലും മാർക്കസിന്റെ ഒരു കോമഡി ഉണ്ട്. റേസ് കഴിഞ്ഞിട്ട് ആരായിരുന്നു റേസ് കഴിഞ്ഞിട്ട് അലക്സ് മാർക്കസോ ആരോ വന്നിട്ട് ടയറിന്റെ കാര്യം ചോദിച്ചു. ടയർ ഇത്ര കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്രിപ്പ് പോയല്ലേ? പുള്ളി ഗ്രിപ്പ് പോയോ? എനിക്കൊന്നും പറഞ്ഞൂടാ മാർക്കസ്. അപ്പൊ ദിസ് ഇസ് ഷോ. മാർക്കസ് 7 സെക്കൻഡ് ലീഡില്ല ജയിച്ചത്. 7 സെക്കൻഡ് ലീഡ്.
പിന്നെ ഫാബിയോയും പെക്കോന്ന് പോലും 11 സെക്കൻഡ് ഈ റേസ് കാണുന്നവരെ കോഡ് പെക്കോ പോയി കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞിട്ട് ഒരു 10 സെക്കൻഡ് ട്രാക്കിലിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അടുത്ത ബൈക്ക് വരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ആലോചിച്ചു. ഫോർത്ത് ഫിനിഷ് ചെയ്ത് പെക്കോ തേർഡും. ഇവരൊക്കെ എവിടൊക്കെയോ കിടന്ന് ഇടയ്ക്കുള്ള എല്ലാരും ക്രാഷ് ആയി പോയി. അല്ല ചില ക്രാഷ് ഒക്കെ കണ്ടായിരുന്നോ, ഒരാളിങ്ങനെ പോകുന്ന കാണാം, അപ്പൊ മാർഷൽസ് ഓടി പോകുമ്പോ ക്രാഷാ. പിന്നെ ഇതിലെ ഏറ്റവും അൺലക്കി മിറർ ആണ്. മിററിന്റെ ഏറ്റവും ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിൽ ഐഗുറാന്ന് പുള്ളിയെ ഇടിച്ചിട്ട് നന്നായിട്ട് ഈ പുള്ളിക്ക് എന്താ ശാപം കിട്ടിയ പോലെ ഈ സീസണിൽ. പിന്നെ മിറിന്റെ സെയിം അല്ല, മിറർ അല്ല, ഫാബിയോ ലൈക്ക് സെക്കൻഡ് പ്ലേസ് കേഴ്സ്ഡ് ആയിരുന്നു ആ റേസിൽ. സെക്കൻഡ് പ്ലേസ് പോയ രണ്ടുപേരാണ് വീണത്. ബെസക്കി ഐ മീൻ ലൈക്ക് അലക്സ് മാർക്കസ് ഞാൻ ഇത്രയും എനിക്ക് 97 ശേഷം 2 ബ്രദേഴ്സ് ഇത്രയും ഡോമിനേറ്റ് ചെയ്തുള്ള റേസ് സീസൺ ഇപ്പോഴാണ്. പിന്നെ അഗൂസ്റ്റിനിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് ഇപ്പം ഏറ്റവും കൂടുതൽ വിന്നുള്ള സെക്കൻഡ് റൈഡർ. ഫസ്റ്റ് റോസി 89, മാർക്കസ് 69. പിള്ളേർക്കൊക്കെ നീ മൂട് വേറെ മൂടി പോരുത് അങ്ങനെ. അപ്പം അതാണ്. പിന്നെ അടുത്ത പ്രാവശ്യം ഈവൻ മെയിൻ റേസ് കഴിഞ്ഞിട്ട് ഫാബിയോ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. 11 സെക്കൻഡ് ഉണ്ട്. ചെക്ക് ജിപി ഹോർഹെ വരും. ഹോർഹെ കാണാൻ ജർമ്മനി വന്നിരുന്നെങ്കിൽ വീണ്ടും അല്ല, ഈ റേസിൽ ആക്ച്വലി ടയർ കൺസേർവ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ആൾക്കാര് ആണ് സർവൈവ് ചെയ്തത്. ലൈക്ക് ഔട്ട് റൈറ്റ് സ്പീഡിന് ഈ റേസിൽ ഒരു കാര്യമില്ലായിരുന്നു. ഇല്ല, ഏറ്റവും മറ്റേ മോർബിഡലിയുടെ ആയിരുന്നു ഏറ്റവും. മോർബിഡലിയുടെയും വിന്യാലസിന്റെയും ആയിരുന്നു. അതിനേക്കാളും നല്ല വിന്യാലസ് ക്വാളിഫയറിലും മോർബിഡലി സ്പ്രിന്റിലും. പെഡ്രോ നന്നായിട്ട് ഓടിച്ചു. പെഡ്രോ ക്രാഷ് ആയിരുന്നു കേട്ടോ. പെഡ്രോ പക്ഷെ 4th പോയിട്ട് എന്തോ ക്രാഷ് ആയി. അത് ഫ്രണ്ട് ആൻഡ് വാഷ് ഔട്ട് ടൈപ്പ്. അത് വെറുതെ വാഷ് ഔട്ട് ടൈപ്പ് വന്നേ, പുള്ളിക്ക് പോലും അറിയത്തില്ല അങ്ങ് പോയി. പക്ഷെ നന്നായിട്ട് എന്തായാലും മാർക്കസ് തിരിച്ചു വന്നു. ആരാണ് സാക്ഷൻ റിങ്ങിന്റെ യഥാർത്ഥ കിങ്? ഏറ്റവും കൂടുതൽ ജയിച്ചിട്ടുള്ള മാർക്കസ് ആണ് ഇപ്പോ. കോൺസെക്യൂട്ടീവ് ആയിട്ട് സ്പ്രിന്റ് ജയിച്ചത് മാർക്കസ് ആണ്. മാർട്ടിൻ 9 സ്ട്രേറ്റ് വിൻസ്, മാർക്കസ് 10 സ്ട്രേറ്റ് വിൻസ് ആയി. അതല്ല, ഏറ്റവും കൂടുതൽ ഒരേ സെയിം ട്രാക്ക് ജയിച്ച സെക്കൻഡ് റൈഡർ ആണ്. പിന്നെ WSBKയും ടോപ്പ് റാക്ക് തുടങ്ങി വെച്ച ഓറോ ഫാർമിംഗ്, മറ്റേ ബോട്ട് റേസിൽ ആ പയ്യൻ ചെയ്യുന്ന സംഭവം മാർക്കസ് ചെയ്തു, എല്ലാരും ചെയ്തു. എല്ലാരും ചെയ്ത്. മാർക്കസ് എന്നിട്ട് പറയുന്നുണ്ടെന്ന് അതിലെ, ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ പുഷ് ചെയ്താ എനിക്ക് നൈസായിട്ട് അത് കാണിക്കാൻ ഇച്ചിരി സമയം വേണമായിരുന്നു. അലക്സിനോട് പറയുന്നൊരു വീഡിയോ ഉണ്ട്. എടാ മനുഷ്യനായ ഇത്ര അഹങ്കാരം പാടില്ലടാ. എല്ലാം കണ്ട് പെക്കോപാനിയായ ഒരു വികലാംഗം വരെ ഒന്നും പറയാനില്ല. പിന്നെ എന്താ, അത്രേ ഉള്ളു. മഴവെള്ളത്തിൽ വള്ളംകളിയായിരുന്നു. കറക്റ്റ് സ്ഥലമായിരുന്നു ഓറാഫാന്ന് കാണിക്കാൻ. വെള്ളംകളിയായിരുന്നു. അപ്പോ ശരി, അപ്പൊ അടുത്ത ചെക്ക് അല്ലേ? അടുത്ത വീക്കെൻഡ് കാണാം. ഞാൻ വെയിറ്റിംഗ് ഫോർ ഹോർഹെ. യെസ്, മീ ടു. ശരി, അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം.